വിളകൾക്ക് മിനിമം താങ്ങുവില, നിയമപരമായ ഗ്യാരണ്ടി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രക്ഷോഭം ആരംഭിച്ച കർഷക സംഘടനാ നേതാക്കളുമായി സർക്കാർ പ്രതിനിധികൾ ചണ്ഡീഗഡിൽ വെച്ച് നടത്തിയ 4ാം ഘട്ട ചർച്ചകളും അങ്ങനെ അവസാനിച്ചു. ഈ ചർച്ചയിലും പ്രത്യേകിച്ച് ഒരത്ഭുതവും നടന്നിട്ടില്ല. ഫെബ്രുവരി 8, 12, 15 തീയതികളിൽ ഇരുപക്ഷവും നേരത്തെ കൂടിക്കാഴ്ച ചർച്ചകൾ നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം കർഷക സംഘടനാ നേതാക്കൾക്ക് പുറമെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ, കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, അർജുൻ മുണ്ട, നിത്യാനന്ദ റായ് എന്നിവരും ചർച്ചയിൽ പങ്കെടുക്കുകയുണ്ടായി. കർഷകരുമായി നടത്തിയ ചർച്ച ഫലപ്രദമായിരുന്നുവെന്നാണ് യോഗശേഷം മന്ത്രി പീയൂഷ് ഗോയൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകരെക്കുറിച്ച് എല്ലായ്പ്പോഴും ഉത്കണ്ഠയുള്ള ആളാണെന്നും അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കർഷകർക്ക് രാസവളത്തിന്റെ 3 ഇരട്ടി സബ്സിഡി ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. നേതാവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ ഒരുമിച്ച് വളരെ നൂതനമായ ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സർക്കാർ NCCF, അതായത് നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, NAFED, നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ തുടങ്ങിയ സഹകരണ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. അടുത്ത 5 വർഷത്തേക്ക് ഒരു കരാർ ഉണ്ടാക്കുകയും കർഷകരിൽ നിന്ന് താങ്ങുവിലയിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും ചെയ്യും. വാങ്ങുന്ന അളവിന് ഒരു പരിധിയും ഉണ്ടായിരിക്കില്ല. പഞ്ചാബിനും ഹരിയാനയ്ക്കും മാത്രമല്ല ഇതിന്റെ ഗുണം ലഭിക്കുകയെന്നും ഗോയൽ എടുത്തു പറയുന്നുണ്ട്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് കേന്ദ്ര സർക്കാർ കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് കർഷക നേതാവ് ജഗ്ജിത് സിംഗ് ധല്ലേവാൾ നേരത്തെ പറഞ്ഞിരുന്നു. പെരുമാറ്റച്ചട്ടം ഏർപ്പെടുത്തുന്നതുവരെ യോഗങ്ങൾ തുടരാമെന്നാണ് സർക്കാർ കരുതുന്നുവെങ്കിൽ പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ കർഷകർ മടങ്ങിപ്പോകാൻ പോകുന്നില്ല. പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിൽ വരുന്നതിനു മുൻപ് സർക്കാർ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണണമെന്നാണ് ധല്ലേവാൾ സർക്കാരിനോട് പറഞ്ഞത്. കാലങ്ങളായി കർഷകർ ഉന്നയിക്കുന്ന ചില സുപ്രധാന ആവശ്യങ്ങളിൽ കേന്ദ്രത്തിന്റെ അടിയന്തര ശ്രദ്ധ ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഈ സമരം പെട്ടെന്ന് ഉണ്ടായ ഒന്നല്ല. കേവലം മിനിമം താങ്ങുവില ഉറപ്പാക്കുക എന്ന ആവശ്യം നേടിയെടുക്കാനും ഉള്ളതല്ല ഈ സമരം. അതിന് വേറെയും കാരണങ്ങൾ ഒരുപാടാണ്. ഈ ആവശ്യങ്ങളിൽ പ്രധാനം വിളകൾക്ക് മിനിമം താങ്ങുവില ഉറപ്പു നൽകുന്ന ഒരു നിയമം നടപ്പിലാക്കുക എന്നത് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വിപണിയിലെ അനിശ്ചിതത്വങ്ങൾ നേരിടുന്ന ഒരു നിർണായക പിടിവള്ളിയായേക്കാവുന്ന ഈ നടപടി കാലങ്ങളായി കേന്ദ്രത്തോട് കർഷകർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ ഒന്നാണ്. വൈദ്യുതി നിയമം 2020 റദ്ദാക്കൽ, ലങ്കിപൂർ ഖേരിയിൽ കൊല്ലപ്പെട്ട കർഷകർക്കുള്ള നഷ്ടപരിഹാരം, കർഷക പ്രസ്ഥാനത്തിൽ ഉൾപ്പെട്ടവർക്കെതിരായ കേസുകൾ പിൻവലിക്കൽ എന്നിവയും സമരത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. കർഷകരുടെ ഒരാശങ്ക പരിഹരിക്കുന്ന നിലയിൽ 2020-21 പ്രക്ഷോഭത്തിനിടെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കാനുള്ള സന്നദ്ധത കേന്ദ്ര സർക്കാർ മുൻപ് നടന്ന യോഗത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ കർഷകർ തങ്ങളുടെ ആവശ്യങ്ങളിലെ ഏറ്റവും മുൻഗണന നൽകുന്ന മിനിമം താങ്ങുവില ഉറപ്പാക്കണമെന്ന വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഏതായാലും സർക്കാരിന് ഇനി കർഷകരുടെ ആവശ്യം അംഗീകരിക്കാതെ വഴിയില്ല. അധികം വൈകാതെ സർക്കാർ കർഷകർക്ക് മുന്നിൽ മുട്ടുമടക്കും എന്ന് കാത്തിരുന്ന് കാണാം.